മരിച്ച 50 വർഷമായ തോമസ് ടില്ലറിൽ 2 വർഷം കഴിഞ്ഞ് ജോസഫ് തോമസ്, മറ്റും മരിച്ച ആന്റണി കണക്കുന്നേൽ, മേരി ജോസഫ്, തോമസ് പുണലൂർ, അന്നമ്മ ജോണി, ശോശാമ്മ മാത്യു, സെബാസ്റ്റ്യൻ ടി, ഫിലിപ്പ് മണിയഞ്ചേര, ചിന്നമ്മ സേവൻ, അതോടുകൂടി ഈശോയ്ക്ക് നന്ദി പറയുകയും ജോലിയിൽ തടസ്സമാകുന്നതിന് വേണ്ടി ദൈവം എല്ലാം പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി രോഗസൗഖ്യം കിട്ടിയാണ് അലിയാമ്മ നിയോഗത്തിന് വേണ്ടി ജിസ്ന മാത്യു. ഈ നിയമങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട്
നമ്മുടെ ഓരോരുത്തരുടെയും നിയമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ പെരുന്നാളാണ്. അതുകൊണ്ട് നമുക്കെല്ലാം രക്ഷ നേടിത്തന്ന ആ കുരിശിന് പ്രത്യേകം ഓർത്തുകൊണ്ട് ആ കുരിശ് വഴി നമ്മളും രക്ഷ പ്രാപിക്കുന്ന ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തണലിൽ അഭയം തേടാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പുറത്തിരിക്കുന്ന രഹസ്യങ്ങളുടെ പരികർമ്മത്തിന്റെ പരികരണമായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് ഒടിഞ്ഞോടി നിൽക്കുന്ന സഭയിൽ നിരന്തരമേ സ്തുതിക്കുവാനും മാറ്റപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കം. സർവ്വാധിപനാം കർത്താവേ,
ആത്മാവിനെ വിളിക്കുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃത്യതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തെയും നാഥായനേക്കും. നാശത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷകമാണ്. രക്ഷയിലൂടെ ചലിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയല്ലേ. വിജ്ഞാനികളുടെ വിജ്ഞാനം അത് നശിപ്പിക്കും, വിവേകികളുടെ വിവേകം അത് വിസ്മരമാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമിതൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തിന്റെ ദൈവം പോഷകമാക്കിയല്ലോ. ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവരുടെ അറിവില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷകം വഴി രക്ഷിക്കാൻ അവിടുത്തെ തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർ ഇടർച്ചയും വിജാതികർക്ക് പോഷകവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്നാൽ ദൈവത്തിന്റെ പോഷകം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുകയും ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ രചിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ പോഷകന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവരെ രചിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ, നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവൾ ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. Hallelujah.
അറിയിച്ച് നമ്മുടെ സുവിശേഷം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യർക്കെന്നല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനോട് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ജെറുസലേമിൽ ജീവിക്കുന്ന നമ്മൾക്ക് കൽവാരി കല്ലറകളെല്ലാം സന്ദർശിക്കാറുള്ള ഭാഗ്യം നമുക്കുണ്ട്. അവിടെ പോകുമ്പോൾ ഇന്നത്തെ തിരുനാളിൻ്റെ മഹിമ നമുക്ക് അറിയാൻ സാധിക്കും. വിശുദ്ധ കുരിശിൻ്റെ ഉയർത്തിരുന്നാൾ ഞാനും പലരും രാവിലെ പോകുന്നത് കാണാം. അതുപോലെ നമുക്കൊരു നല്ല ദൈവാനുഗ്രഹം ഈശോ വന്നിട്ടുണ്ട്. ആ ഈശോ മരിച്ച സ്ഥലത്ത് ചെല്ലുവാനായിട്ടും അവിടെ ഈശോ ഉയർത്തി എഴുന്നേറ്റ് ആ കലകളിൽ ചെല്ലുവാനായിട്ടും നമുക്ക് നല്ലൊരു അവസരമാണ് ഈശോ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുനാൾ നമുക്കെല്ലാം ശക്തി നിലയ്ക്കുന്ന ഒരു തിരുനാളാണ്. അതിൻ്റെ ചരിത്രത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമത വിരോധിയായിരുന്ന, അതായത് ക്രിസ്തുമതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏട്രിയൻ ചക്രവർത്തി ദാവൂദ് മല ഇടിച്ചു നിരത്തുകയും തിരുക്കല്ലറ മണ്ണിട്ട് മൂടുകയും ചെയ്തു. 2-ാം നൂറ്റാണ്ടിൽ അതൊരു വലിയ പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ ആത്മീയത വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കണ്ടിട്ട് അസൂയപ്പെട്ട് ഇത് എങ്ങനെയെങ്കിലും തടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി ആ ഏട്രിയൻ ചക്രവർത്തി 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ദാവൂദ് തിരുക്കല്ലറയും മണ്ണിട്ട് മൂടുകയും ചെയ്തു. അതുകൂടാതെ അവിടെ ജൂപ്പിറ്റർ എന്ന ദേവനും വീനസ് എന്ന ദേവിക്കും 2 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇത് അന്നത്തെ കാലത്ത് ഏട്രിയൻ ചെയ്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായ സമയത്ത് മർസെലിനിയൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയപ്പെട്ടിരുന്നപ്പോൾ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എന്നെ സംരക്ഷിക്കണമേ, ഞങ്ങൾ വിജയം നേടണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പുള്ളി അന്ന് ക്രിസ്ത്യാനികളായിരുന്നു. സത്യദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് രാത്രി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഒരു ദർശനം ഉണ്ടായിരുന്നു. ആകാശത്ത് കുരിശ് ആകൃതിയിലുള്ള ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന ഒരു കാഴ്ച ആ ചക്രവർത്തി കണ്ടു. ഈ അടയാളത്തിൽ നീ ജയിക്കും എന്നതായിരുന്നു അതിൻ്റെ ആശയം. അതനുസരിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു കുരിശുണ്ടാക്കി സൈന്യത്തിൻ്റെ മുൻനിരയിൽ വഹിക്കാൻ ചക്രവർത്തി കൽപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് വിജയം നേടി. അധികം താമസിയാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള മതപീഡനം അവസാനിക്കുകയും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അതാണ് പ്രസിദ്ധമായ 313 മിലാൻ വിളംബരം എന്ന് പറയുന്നത്. തുടർന്ന് ലാറ്ററൽ കൊട്ടാരം മെർക്കിഡിയാസ് എന്ന മാപ്പാപ്പയ്ക്ക് ദാനം ചെയ്തു. അവിടെ അവിടെ പള്ളിപ്പണിയാനായിട്ടും താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുവാനായിട്ടും
അതുകൂടാതെ കോൺസ്റ്റന്റൈൻ 321 വേറൊരു വിളംബരം കൂടി ചെയ്തു. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അവധി ദിവസമായി പ്രഖ്യാപിച്ചു. ഈ തീരുമാനം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. ഇന്നും അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. തിരുസഭയ്ക്ക് വീണ്ടും ഒരു ജീവനുണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെ ഇരുന്നപ്പോൾ മാനസാന്തരത്തിന് ശേഷം ചക്രവർത്തിയുടെ അമ്മയായ ഹെലന റാണി ഭക്തികാര്യങ്ങളിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും വ്യാപരിച്ചു. 326 ജെറുസലേം ബിഷപ്പായ മക്കാരിയൂസ് എന്ന ബിഷപ്പിനോട് ഗാഗുർക്കായി ഒരു ദേവാലയം പണിയാൻ കൽപ്പന ചെയ്തു. അങ്ങനെ ആ പണി തീരുന്ന സമയത്ത് പള്ളി നേരിൽ കാണാനായിട്ട് പുറപ്പെട്ടു. അതിൻ്റെ കൂടെ യേശുവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശവും ഈ യാത്രയിൽ മുന്നിലുണ്ടായിരുന്നു. ഗാഗുർക്കായി കുടിഞ്ഞു കൂട്ടിയ ചപ്പും ചപ്പുമെല്ലാം മാറ്റിയപ്പോൾ വീനസ് ദേവന്റെ ഒരു പ്രതിമ കണ്ടു. ഏറ്റവും അന്നത്തെ കാലത്ത് ചെയ്ത ആ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് നീക്കം ചെയ്ത് കുടിച്ചു നോക്കിയപ്പോൾ 3 കുരിശ് കണ്ടെത്തി. ഇപ്പോൾ വലിയൊരു സംശയം, ഈ 3 കുരിശിലെ ഏതാണ് ഈശോയെ കരച്ചടിച്ച് ഒന്ന് ആ കുരിശെത്താമെന്ന് ബിഷപ്പ് മകാരി ചോദിച്ചപ്പോൾ അവിടെ ഒരു രോഗിയായിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ആ കുരിശ് കൊണ്ട് സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് ചുംബിയപ്പോൾ ആ സ്ത്രീയുടെ രോഗം മാറി. അതുകൂടാതെ മരിച്ച ഒരു വ്യക്തിയെ ആ കുരിശും ചുംബിച്ചപ്പോൾ വീണ്ടും ആ വ്യക്തിക്ക് ജീവനുണ്ടായി. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇതാണ് യഥാർത്ഥ കുരിശ്. 335 സെപ്റ്റംബർ 3 ഈശോ മരിച്ച സ്ഥലത്തും ഉയർന്ന സ്ഥലത്തും 2 ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. 335 ഇങ്ങനെ 2 ദേവാലയങ്ങളിൽ നിന്ന് കാലത്തിൽ 614 പേർഷ്യൻ രാജാവായ ഖൊസ്രോസ് ജെറുസലേം പിടിച്ചടക്കി. അവിടെ ഹെലന റാണി പണിത ദേവാലയം നശിപ്പിക്കുകയും അവിടെ സ്ഥാപിക്കപ്പെട്ട കുരിശിന്റെ തിരുശേഷിപ്പ് സ്വരാജ്യത്തിലേക്ക് അതായത് പേർഷ്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ അവിടുന്ന് വീണ്ടും പേർഷ്യയിലേക്ക് പോകുന്നു. പേർഷ്യ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹെറാക്ലീസ് എന്ന ചക്രവർത്തി ഈ ഗസ്രോസ് എന്ന ചക്രവർത്തിയെ 3 പ്രാവശ്യം തോൽപ്പിച്ചു. അങ്ങനെ വിശുദ്ധ കുരിശിന്റെ അവശിഷ്ടം അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് എടുക്കുകയും ചെയ്തു. 629 കുരിശിന്റെ അവശിഷ്ടം ജെറുസലേമിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് അവിടെ പുനഃസ്ഥാപിച്ചു. അന്ന് മുതൽ തിരുസഭയിൽ ആഹ്വാനം വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടാൻ തുടങ്ങി. ഇങ്ങനെയാണ് 629 മുതൽ ഉറപ്പായിട്ട് ഈ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കർത്താവിനെ കുറിച്ച് കണ്ടെടുത്തത് സെപ്റ്റംബർ 13 ആണെങ്കിലും അതിനെ വാഴ്ത്തിപ്പെടുത്താൻ ജനത്തിനും കാണിച്ചു കൊടുത്തത് 14-ാം തീയതിയായിരുന്നു. അതുകൊണ്ട് 14-ാം തീയതി കുരിശിന്റെ പുകഴ്ചയുടെ പേരിൽ തിരുനാൾ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ചരിത്രം പറയുന്നത്. ഇപ്പോൾ ഈ കുരിശിന് ഇത്രയും പുകഴ്ച എന്തുകൊണ്ടാണ്? ഈ കുരിശ് വഴി നമുക്ക് എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോഴും ശരി, ഏത് സമയത്തും എന്തെങ്കിലും ഒരു ശത്രുവിനെ നമ്മൾ എതിർക്കണം ഒരു ചിത്രം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ആ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആ കുരിശടയാളം വരുന്ന സമയത്ത് ആ ദൈവശക്തി അവിടെ വന്ന് മറ്റെല്ലാ ശക്തികളെയും അകറ്റുവാനുള്ള കഴിവുണ്ട്. ഇന്ന് ലോകത്തിൽ നമുക്കറിയാം എന്തുമാത്രം തീയ ശക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുരിശിന്റെ ശക്തി ശരിക്കുമുള്ള ഒരു ശക്തിയാണ്, ഇതെല്ലാം ജയിക്കാവുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും നന്മയ്ക്കും തിന്മയ്ക്കും എതിരായിട്ട് എപ്പോഴും ഒരു വലിയ യുദ്ധം, ഒരു പോരാട്ടം. ഇങ്ങനെയുള്ള സമയത്ത് ഈ ഈശോ നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്കൊരു ഈ ദൈവം നമുക്കൊരു നല്ല സമ്മാനം തരികയാണ്.
നമുക്ക് എല്ലാവർക്കും സമ്മാനം ലഭിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സമ്മാനം കിട്ടിയാൽ ഉടനെ എങ്ങനെയെങ്കിലും തുറന്നു നോക്കണം, അത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. അതിൽ ഈ സമ്മാനത്തിൽ ആരെങ്കിലും നമ്മളോട് വന്ന് ഇത് 100 രൂപ ആകുമെന്ന് പറഞ്ഞാൽ ആ സമ്മാനമേ മാറുകയില്ല, ഉടനെ അത് നിരസിക്കപ്പെടും. പക്ഷേ സമ്മാനമാണെന്ന് പറയുമ്പോൾ ദൈവം ഒരു കണ്ടീഷൻ വയ്ക്കാതെ മുഴുവൻ നമുക്ക് തരുന്നതാണ്, മുഴുവൻ. അങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ല സമ്മാനം നമുക്ക് ഈശോ തന്നിരിക്കുകയാണ്. ഇന്നത്തെ വായനയിൽ സുവിശേഷത്തിൽ കേട്ട് ആ വായനയിൽ ഞാൻ നിങ്ങൾക്ക് നല്ല സമ്മാനം തരികയാണ്. ആ സമ്മാനം എന്താണ്? നിത്യജീവൻ. നമുക്ക് ആർക്കും ഏറ്റവും ആവശ്യമുള്ള ആ നിത്യജീവൻ തരുവാനായിട്ട് ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചുവെന്ന് നമുക്കറിയാം. ആ ഈശോ ഈ ലോകത്തെ വിധിക്കുവാനല്ല, പ്രത്യേക അത് രക്ഷിക്കാനായിട്ടുള്ള ഈശോയാണ്. ആ രക്ഷഭാഗത്തെ എങ്ങനെ നടന്നു ചിന്തിക്കുമ്പോൾ അത് കുരിശ് വഴിയാണ് നടന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ കുരിശ് ധരിച്ചുകൊണ്ട് അവിടെയോട് ചേർന്ന് ഇവിടെ ജെറുസലേമിൽ കുരിശുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, ചിലർ ഉൾക്കൊള്ളുന്നു, ചിലർ അതിന് എതിർപ്പ് തെളിയിക്കുന്നു. എങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലച്ചു നിർത്തുവാനായിട്ട് നമ്മൾ ആ കുരിശിൽ വിശ്വാസം കൊണ്ട് നടക്കുന്നു. ആ കുരിശിന് അത്ര മേന്മയുണ്ട്. ചില ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ളവർ ചോദിക്കും, ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് നിങ്ങൾ കുരിശ് ധരിക്കുന്നു, ഈശോ കട്ടിലിൽ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു കട്ടിലിൽ ഇങ്ങനെ ചുറ്റും നടക്കുമോ? നമുക്കെല്ലാം അറിയാം, ഈശോ ആ കുരിശാണ് തിരഞ്ഞെടുത്തത്. അതും ഈശോ ഇഷ്ടപ്രകാരം നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഏറ്റെടുത്ത കുരിശാണ്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കുരിശ് നമ്മൾ അംഗീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും, ദുഃഖങ്ങളും, പ്രയാസങ്ങളും, ആരോഗ്യപ്പെടും ഇതെല്ലാം നമ്മൾ ഈശോയുടെ പ്രാർത്ഥനയിൽ വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് വീണ്ടും ഒരു ശക്തി തരുന്ന ഒരു കുരിശാണ്. അതുകൊണ്ടാണ് കുരിശോടി പ്രാർത്ഥിക്കുക. ആ കുരിശിനകം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ ആ കുരിശിൽ തടയാൻ സാധിക്കും. എങ്ങനെയെല്ലാം നമ്മുടെ പാപങ്ങളെ നമ്മൾ കുരിശിൽ തടച്ച് അതിൽ മരിച്ചാൽ നമുക്കും നിത്യജീവൻ കിട്ടും. ആ പാപങ്ങൾ ആ കുരിശിൽ തടയ്ക്കാനാണ് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശീലിച്ചു ചില പാവങ്ങൾ അതിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ കുരിശിൻ്റെ അടയാളം വെച്ചുകൊണ്ട് ഈശോയെ എൻ്റെ ഈ പാവങ്ങൾ തന്നെ മോചിക്കണമേ, ഇത് മാറ്റിത്തരണമേ എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ പാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ഇതിൻ്റെ വഴിയായിട്ട് നമുക്ക് ആ നിത്യജീവൻ കിട്ടും. ആ നിത്യജീവൻ പ്രാപിക്കാനുള്ള കുരിശ് നമുക്ക് എന്നും നമുക്ക് സഹായമാകട്ടെ എന്ന് തുടർന്ന് ഈ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. ഇതാവുന്ന നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും കർത്താവേ ഞങ്ങളുടെ വേദന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിശുദ്ധ വഴി ഓസ്ട്രേലിയയിൽ നിന്നും എന്റെ സ്ത്രീവ കണ്ടെടുക്കുവാൻ ഇടയാക്കുകയും സ്ത്രീവായുടെ ഭംഗിയെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധായെ എന്നോട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ സ്ത്രീവായെ മാനവമായ മനുഷ്യരും ആഘോഷമായി സംഭവിക്കാനും വളർന്നാനിടയാക്കിയ വിശുദ്ധായെ എന്നോട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്തിമവിധി നാളിൽ വിശുദ്ധയോടുകൂടെ വാനമേഖലകളിൽ വരാനിരിക്കുന്നവരും ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ വിശുദ്ധായെ എന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ കുരിശിന്റെ പാതയിൽ സഞ്ചരിച്ച് പ്രാപിക്കാനായി സ്ത്രീവായി കർത്താവായ വിശുദ്ധായെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ശിക്ഷയുടെയും പരിഹാസത്തിന്റെയും അടയാളമായ കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ വിശുദ്ധായെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ വിശുദ്ധാവ് മാർപ്പാപ്പയായി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനായ പിതാവിനെയും മറ്റെല്ലാ മക്കളെയും നന്മകൾ നൽകി അനുഗ്രഹിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ വിശുദ്ധായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി
അടിസ്ഥാനവുമാകുന്നു. ശ്രീവായ അഭിമാനം കൊള്ളാനും അനന്തര ജീവിതത്തിലേക്ക് വിഷയം വഹിച്ച് നിന്നെ അഹങ്കരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിനെയും ആഹാരനേക്കും. ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമ്മുടെ പിതാവായ മോഹമ്മദ് വിജയം വരുന്നതിന്മാരുടെയും മൗഢ്യം ചൊല്ലി രക്തസാക്ഷികളെയും സ്മരണ വിശുദ്ധപരിടുത്തങ്ങളുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിയുമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ വേദിക്കുന്ന പ്രദേശത്തിൽ മനുഷ്യരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പുരോഹിതന്മാർ, ശുശ്രൂഷകരെയും ബ്രഹ്മചാരികളെയും കന്യകകളെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്നേഹിത വിശ്വാസികളുമായ എല്ലാവരുടെയും സത്യവിശ്വാസത്തെ വെച്ച് ഈ ലോകത്തിൽ വേർപെടുപോയ എല്ലാവരെയും മനസ്സിലാക്കുകയും ഈശോയുടെ കൃപയാൽ നമ്മുടെ സഹായത്തിന് രക്ഷിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവൻ കാരണമാകട്ടെ. ും
സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ അഭിഷേകത്തിന്റെ ശരീരത്തിലാകുന്ന ജീവന്റെ ശുശ്രൂഷാവാനും എളിയവരും പാവന്മാരും ഞങ്ങളെ കാര്യങ്ങളെത്താൻ യോഗ്യരാക്കി അന്ന് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. കർത്താവാം ദൈവത്തിന് ബലി അർപ്പിക്കൂ. അതിനുള്ള സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവൻ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആയിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. സ്വർഗീയ സൈനികളുടെ നാമം പ്രകൃതിക്കുന്നു. പരിശുദ്ധമായ ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് പഠിപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആളുകളുമായി ഈ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ജലസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ അനുഗ്രഹങ്ങൾ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മിക്കാനും ചെയ്യുക. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇന്ന് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനെ പങ്കാരാക്കുവാൻ നിങ്ങളുടെ സ്വഭാവം സ്വീകരിക്കുകയും അധവദിച്ചുവാൻ ഞങ്ങളെ സംബന്ധിക്കുകയും ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മാത്രമറിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളുമായി ഞങ്ങൾ സ്ത്രീയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ പിതാവന്തരപരമായ മേഖലാഭിഷന്മാർക്ക് വേണ്ടിയും വേണ്ടിയും മറ്റെല്ലാ വൈദികാധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സംസ്ഥാനമാർ സന്യാസിനികളുമായ പ്രേക്ഷിത കുടുംബജീവിതന്മാർ വിദ്യാർത്ഥിനികൾ കുഞ്ഞുമക്കൾ എന്നിവർക്ക് വേണ്ടിയും വെറുപ്പിനും വിദ്വേഷത്തിനും കഴിയുന്നവർക്കും തകരുന്ന കുടുംബബന്ധങ്ങൾക്കും മാതൃരാജ്യത്തിനും ലോകസമാധാനത്തിനും അങ്ങയെ പ്രതിയും തിരുസഭയെ പ്രതിയും പീഡനങ്ങൾ കേൾക്കുന്നവർക്ക് വേണ്ടി കാലാവസ്ഥയ്ക്ക് സമർത്ഥമായ വിളവിനും ഞങ്ങളുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി കുർബാനകൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദരിദ്രരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ തങ്ങളുടെ നാമത്തിൽ പേർപ്പെട്ടു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാലത്തിന്റെ പ്രത്യാശകളും കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്രാനും കൂടിയ കുർബാന സ്വീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ വെല്ലുവിളികൾ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപ്പെട്ട ഈശ്വരൻ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ പിതാവും ദൈവവുമായ ഒന്ന് ജീവകാലമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായ സജീവവും ജീവകാലമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള കർമ്മല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. പിതാവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവകാലവും ദൈവമായ രഹസ്യത്തെ സന്തോഷത്തെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ വരട്ടെ. നിന്റെ ദാസന്റെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടന്നു
പാപമോചനത്തിനും മറ്റുള്ളവർക്കുള്ള ഒരു പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും സുഖരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഭാഗ്യവും വിസ്തയവുമായ ശക്തിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം ഉയർത്തിയിരിക്കുന്നു. അങ്ങയുടെ ആവശ്യത്തിന്റെ അവരുടെ വ്യക്തിത്വ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് തുടർന്ന് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കോ എന്നോട് ദൈവം തോന്നണമേ. ഞങ്ങളുടെ എങ്കിലും വിശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ ദിവസങ്ങളിലേക്ക് അങ്ങനെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വസിഹായും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിലുള്ള ജീവനുമാകുന്നു. ഇത് പരിശീലിക്കുക സത്യത പാവം നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ സത്യം പ്രഘോഷിപ്പിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണാകുകയും ജ്വലിക്കുന്ന വചനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്വന്തം പാലിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് ഈ ശിശുമാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിങ്ങൾ നിന്ന് അനുഭവിച്ച് മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
കൃപാപൂർണനായ പിതാവേ, അങ്ങയുടെ കാലം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രവർത്തനത്തിലാകത്തെ ദുഷ്ടാരൂപിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മെ ജീവിക്കുന്നത് ആവശ്യം അവിടുത്തെ കാണുന്നത് നമ്മളെല്ലാവരും
പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ മാത്രമല്ല അവിടെ ഉള്ളത് ശരി പങ്കെടുക്കാൻ പോകുന്നത്. നമുക്ക് ശേഷവും നമുക്ക് മുമ്പും അവിടെ ശരി അർപ്പിക്കപ്പെടുന്നുണ്ട്. ശരി തുടങ്ങിക്കഴിഞ്ഞ മറ്റ് സഭക്കാരുടെ വിശുദ്ധ പേരിൽ നമ്മൾ ലഭിച്ചിരുന്ന അവിടെ അത്ര താല്പര്യമുള്ള കാര്യം അത് നമ്മൾ വിശദീകരിച്ചിട്ട് പോകാം. നമുക്കറിയാം എല്ലാം കുർബാനയ്ക്ക് അവരുടെ മലയാള കുർബാനയ്ക്ക് നമുക്കറിയാം. അതിന് മുമ്പ് അർമേനിയൻ സഭയുടെ കുർബാനകൾ നടക്കുന്നുണ്ട്. ആ കലറയുടെ മുമ്പിൽ കൊണ്ട് ക്ലോസ് ചെയ്യാൻ അവരെ അനുവദിക്കുന്നു. ക്ലിയറാണെന്ന് പറയുന്ന മകയിലേക്ക് ക്ലിയറാണോ? ആണോ? ഞാൻ ആദ്യം പറഞ്ഞ കേട്ടോ, ഞാൻ പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ കല്ലറയിലും കാൽവരിയിലും ഒക്കെ പല പ്രാവശ്യമാണ് വിശുദ്ധരിക്കും അല്ലാതെയും നമ്മൾ പോകുന്നുണ്ട്. അപ്പം നമുക്കറിയാം അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കാൽവരിയിലും കല്ലറയിലും പിന്നീട് പറയുന്നത് അവിടെയാണ് ചില പോലെ മറ്റു വഴികളിലും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടെ പല സഭക്കാരുടെ കുർബാനകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കുർബാന 6 മണിയുടെ കുർബാനയാണ്. അതിനു മുമ്പ് 5:30 അവിടെ അർമേനിയൻ സഭയുടെ കുർബാന നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ ആ കല്ലുകളുടെ മുമ്പിൽ കൊണ്ട് ക്രോസ് ചെയ്യാൻ പോലും അത് നമ്മളെ അനുവദിക്കില്ല. നമുക്കറിയാം അത്രയും സീരിയസ് ആയിട്ടാണ് കുർബാന കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചിലരൊക്കെ ഇടിച്ചു കയറി കല്ലറ തുറന്ന് കയറി പോകുന്നത്. കുർബാന തുടങ്ങിക്കഴിഞ്ഞിട്ട് അവരത് താല്പര്യപ്പെടുന്നില്ല. തീർച്ചയായും അപ്പം നമ്മളത് ശ്രദ്ധിക്കുക. നമ്മൾക്ക് കുർബാനയുടെ ഭക്തിയൊക്കെ നല്ലതാണ്. മറ്റ് സഭക്കാരുടെ ആചാരങ്ങളെ കൂടി നമ്മൾ ബഹുമാനിക്കാൻ കടപ്പെട്ടിരുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട് കുർബാന ചെയ്യുമ്പോൾ. ഇതെല്ലാവർക്കും മുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. സക്രാരിയിൽ, കുരിശിൽ, അൽത്താരയിൽ, പ്രത്യേകിച്ച് മൊബൈലിൽ ഇതിൻ്റെ ആവശ്യമാണത്. മൊബൈലിൽ മുറിച്ച് നടക്കുകയാണ്. സക്രാരിയിൽ പോലും അവർ നിങ്ങളോട് പറയാത്തത് നിങ്ങളെ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നതുമാണ്. അവർ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അതിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മുടെ താല്പര്യമല്ല പബ്ലിക്കായിട്ടുള്ള ഒരു ദേവമാർഗം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആൾക്കാരെ പോയി കടന്നു കാണുന്ന ചുംബിക്കുന്നതിന് പ്രശ്നമില്ല. അതിൻ്റെ സൈഡിലൊക്കെ ചുംബിച്ചിട്ട് പോകാം. എൻ്റെ ശരീരം മുമ്പ് ഞാൻ ആൾക്കാരിലേക്ക് കടന്ന് ചുംബിക്കേണ്ടതൊന്നും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം ചെയ്ത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പോകാണ്ട് നിങ്ങളവിടെ കാണിക്കരുത്. മറ്റേ നമുക്ക് അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് ദൈവം ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുർബാനയ്ക്ക് പോവുക, കുർബാനയിൽ പങ്കെടുക്കുക. അപ്പോൾ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ കൈ നിറച്ച സാധനങ്ങൾ അതൊക്കെ ജവാനിന് ജവാനിക്കുന്നത് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ ബാഗിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടിട്ട് കുർബാന സ്വീകരിക്കാൻ പറ്റുകൂടി പോകാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറേക്കൂടി മാന്യതയോടെയും ബഹുമാനത്തോടെയും കാണും ശ്രദ്ധിക്കണം എന്ന് ഞാൻ കൃത്യമായി ഓർമ്മപ്പെടും. അപ്പോൾ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ അതിൽ നെറ്റൊക്കെ നമ്മുടെ പാരമ്പര്യമാണ്, തുടരുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്, അപൂർവം ചെന്നൊന്നും ചെയ്യുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് പോയി നെറ്റൊക്കെ എടുത്ത് തലയിട്ട് കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ അതിൻ്റെതായ ഭക്തി നമ്മുടെ പാരമ്പര്യമാണ്. നമുക്കറിയാം ആ കുർബാനയ്ക്കൊക്കെ നമുക്ക് നെറ്റ് തലയിലെടുത്തുന്നിരിക്കുന്നതാണ്. അത് അന്നത്തെ ആഘോഷത്തിന് വേണ്ടി തന്നതല്ല. അപ്പം ആ ഒരു മനോഭാവത്തോടെ നമുക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള കുർബാനയോ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ ബാഗിലോ പോക്കറ്റിലോ നിങ്ങൾ ഇരിക്കുന്നിടത്തോ വെച്ചോ നാലെടുത്തൊന്നും പോകില്ല. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാൽവരിയിലും കടവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനം മുഴുവൻ ദയവ് ചെയ്ത് ഇപ്പം കാൽവരിയിലെ കുരിശിന് മുന്നിൽ ഒരു ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തടസ്സം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൊബൈലിൽ ഈ കുരിശും ഈ ചില പേര് പോയി തുടങ്ങും. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ അല്ല ഇത് ചെയ്യുന്നത്. അവരെ വിളിച്ചത് ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നൊക്കെ അതിൻ്റെതായ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പെയിൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ എക്സ്പെൻസീവ് ആണ്.
അപ്പോൾ ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എഴുന്നേറ്റുന്ന സുപ്രഭവും പരിശുദ്ധവും ജീവിതമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദുഷ്ടന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയെ കുറിച്ച് അഭിമാനം കൊള്ളുവാനും കുരിശിന്റെ വഴികളെ നിർമ്മിക്കുവാനും വിലക്കിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കുരിശുമരണത്തിലൂടെ ഞങ്ങളെ നിന്റെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ദിവ്യമാർഗം പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്റെ വലത്തുഭാഗത്ത് അണിനിരക്കുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കുരിശിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തുകയും രക്ഷകനെയും ചെയ്തെടുത്താവട്ടെ. അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വിശാലമായ അർത്ഥം മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ നമ്മെ സഹായിക്കട്ടെ. കുരിശിന്റെ സന്ദേശങ്ങളാർക്കും പകർന്നു കൊടുക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ജ്വലിക്കട്ടെ. മഹത്വപൂർണ്ണമായ സ്ഥിരമായിട്ട് പ്രകാശത്തിൽ നിത്യം വസിക്കാനും ദിവ്യരഹസ്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. സജീവമായ സ്ഥിരമായ നിങ്ങളെല്ലാവരും മുദ്രിതരും സംരക്ഷിതമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ണുകൾ കാവ്യകരിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനം പ്രതീക്ഷിച്ചാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവനെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവേ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ വരുന്നാൾ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നല്ലത് തരണമേ. നല്ലവർക്ക് വരമ്പാകേ ആകാശം ഭൂമിയിലേതാകുന്നു, ആകാശവും കാവുമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേവനായുസ്സും. അവന്റെ സന്തോഷത്തിലവരായിരിക്കും കർത്താവേ നിൻ ശൂന്യതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ദാവനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ രൂഹായേ വദനാമങ്ങൾ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാളിൽ ചേർക്കണം. അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
മരണത്തിന്റെ നാമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കൈക്കൊള്ളണമേ ഹൃദയം കർമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയല്ലാത തിരുസന്നിധിയിൽ പരിപാലനമാം കരികൾ പോലെ ഗുരുവത്സലരാം ശ്രീഹരുമൊരുപോൽ വിനയാന്വിതരായ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണമേ. എന്റെ പ്രദേശിയായ വാഗ്ദാനത്തിലാവുന്നു. കാത്തിരിക്കുന്നവരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും പകർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നിന്റെ കുരിശിയാഴത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനങ്ങളിൽ നീ പ്രതിഷ്ഠാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മറ്റു മനുഷ്യരായ അവിടെ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനം നീതിമാന്മാരും ബലികപ്പെടുകയും ചെയ്യുന്ന വാനരമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പുകൾക്കായി ലോകത്തിൽ പ്രദേശമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
ദൈവത്തിന്